ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ് പാപ്പായുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിയ ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് 2-ാം അധ്യായത്തിലെ 39 മുതൽ 47 വരെയുള്ള ഖണ്ഡികകളാണ്. ഈ ഖണ്ഡികളെ പ്രധാനമായിട്ടും രണ്ട് ഗണത്തിലേക്കാണ്, രണ്ട് ഹെഡിങ്ങിലേക്കാണ് തിരിച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനു മുമ്പ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. രണ്ട് ഭാഗങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ രണ്ട് ശീർഷകങ്ങളിലാണ്, ഹെഡിങ്ങിലാണ് ഈ ഖണ്ഡികകൾ അടുക്കിയിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. 39 മുതൽ 42 വരെയുള്ള ഖണ്ഡികകളിൽ ഈശോയുടെ നോട്ടം എന്ന വിഷയവും 43 മുതൽ 47 വരെയുള്ള ഖണ്ഡികകളിൽ ഈശോയുടെ വചനങ്ങൾ എന്ന വിഷയവുമാണ് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. അതിലേക്ക് നമുക്ക് കടന്നു പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും അവിടുത്തെ പ്രവൃത്തികളെക്കുറിച്ചുമാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രധാന ഭാഗത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോവുക. ഒന്ന് ഈശോയുടെ നോട്ടവും, രണ്ട് ഈശോയുടെ വചനങ്ങളും. ഈശോ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് എന്നും അവിടുത്തെ വചനങ്ങളിലൂടെയും അല്ലെങ്കിൽ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അവിടുത്തെ സ്നേഹം എങ്ങനെയാണ് വെളിവാകുന്നത് എന്നുമാണ് ഈ ഖണ്ഡികകളിലൂടെ ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത്. 39-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ നോട്ടം സ്നേഹത്തോടെയുള്ള വിളിയാണ്. ബൈബിളിൽ ഒരു ധനികനായ മനുഷ്യൻ ഈശോയുടെ അടുത്ത് വരുന്നതിനെക്കുറിച്ച് കാണുന്നുണ്ട്. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 21-ാം വാക്യമാണ്. അയാൾക്ക് നല്ല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു, പക്ഷേ തൻ്റെ ജീവിതം മാറ്റാനായിട്ട് അവന് ധൈര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ ഈശോ അയാളെ നോക്കി എന്നാണ് സുവിശേഷത്തിൽ കാണുക. ആ നോട്ടം നമുക്കൊന്ന് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ആ ഈശോയുടെ നോട്ടം എന്ന് പറയുന്നത് ഒരു സ്നേഹത്തോടെയുള്ള വിളിയാണ്, അവനെ ധൈര്യപ്പെടുത്തുന്ന ഒരു വിളിയാണ്. നമ്മുടെ കണ്ണുകളും ഈശോയുടെ കണ്ണുകളും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഒരു നിമിഷം, ഈശോ നമ്മെ ഓരോരുത്തരെയും ഓരോ കാര്യങ്ങൾക്കായി വിളിക്കുമ്പോൾ, ഒരു ദൗത്യത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം അവിടുന്ന് നമ്മെ നോക്കും. അവിടുന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴം അളക്കും, നിങ്ങളെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കും. എന്നിട്ട് അവിടുത്തെ നോട്ടം നിങ്ങളിൽ ഉറപ്പിക്കും. അതാണ് ഈശോയുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാവം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈശോ ഗലീലിയ കടൽ തീരത്തിലൂടെ നടക്കുമ്പോൾ പത്രോസിനെയും അന്ത്രയോസിനെയും വിളിക്കുന്നത് ഇങ്ങനെയാണ്. അവിടുന്ന് അവനെ കണ്ടു, വിളിച്ചു, അവരും പിന്നാലെ പോയി. ഈശോയുടെ ആ ഒറ്റ നോട്ടത്തിൽ അവരുടെ കൂടെ, ഈശോയുടെ കൂടെ അവർ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. കാരണം ഈശോയുടെ നോട്ടം സ്നേഹമുള്ളതും നമ്മെ മനസ്സിലാക്കുന്നതുമാണ്. ആ വലിയ നോട്ടം, ഈശോയുടെ കണ്ണുകളും നമ്മുടെ കണ്ണുകളും തമ്മിൽ ഒന്നു ചേരുന്ന, കണ്ടുമുട്ടുന്ന നിമിഷം, ആ നിമിഷത്തിനായിട്ടാണ് തമ്പുരാൻ കാത്തിരിക്കുന്നത്. ആ ഒറ്റ നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവിടുന്ന് നമ്മളെ നോക്കും, ഹൃദയത്തിൻ്റെ ആഴമളക്കും, നമ്മെക്കുറിച്ചെല്ലാം മനസ്സിലാക്കും. എന്നതിന് ശേഷമാണ് ആ നോട്ടം നമ്മളിൽ ഉറപ്പിക്കുക. ആ ഉറപ്പിക്കപ്പെട്ടൊരു നോട്ടം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനഭാഗം നമുക്ക് പഠിക്കുകയും ഈ ഖണ്ഡിക ധ്യാനിച്ച് സ്വന്തമാക്കുകയും ചെയ്യാം. 40-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോ ശ്രദ്ധിക്കുന്നു, ആരെയും അവഗണിക്കുന്നില്ല. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഖണ്ഡിക, അല്ലെങ്കിൽ എല്ലാവരും പഠിക്കേണ്ട ഒരു ഖണ്ഡിക എന്നാണ് പറയുന്നത്. കാരണം എല്ലാവരുടെയും വലിയൊരു പരാതിയാണ് ആരും എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എൻ്റെ പ്രവൃത്തികൾ കാണുന്നില്ല, ആരും എന്നെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. ഖണ്ഡികയിലേക്ക് തിരിച്ചു വരാം. ഈശോ എല്ലാവരുടെയും കാര്യത്തിലും അവരുടെ പ്രശ്നത്തിലും
എത്രമാത്രം ശ്രദ്ധാലുവായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ആളുകളെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് കരുണ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നുവെന്ന് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിലൂടെ നമ്മോട് പറയുന്നു. നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മെ ആരും ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ ഒറ്റയ്ക്കാണെന്ന്, നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ നമുക്ക് പരാതികളുണ്ടല്ലോ. പക്ഷേ ഈശോ നമ്മെ എപ്പോഴും കരുതുന്നുണ്ട്. നഥാനിയേൽ എന്നൊരാൾ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഈശോ പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. യോഹന്നാൻ 1:48. ഇത് കേട്ട് നഥാനിയേൽ അത്ഭുതപ്പെടുകയാണ്. കാരണം ഈശോ വഴിക്കൊന്നും പോയതായിട്ട് അവൻ കണ്ടിട്ടില്ല. അതായത് തൊട്ടടുത്ത് നിന്ന് കാണുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ കണ്ടു, സ്പർശനത്തിലൂടെ, കരുതലിലൂടെ അമ്മയെപ്പോലെ അടുത്തിരുന്ന് സ്നേഹിക്കുന്ന ദൈവത്തെ കണ്ടു. അതുപോലെ തന്നെയാണ് നമ്മൾ അകലങ്ങളിലായിരിക്കുമ്പോഴും ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പോലും നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. യോഹന്നാൻ 1:48. പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഈശോ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പോലും നമ്മെ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണം അവിടെ ആവശ്യമില്ല. അതുകൊണ്ട് ഈശോ നമ്മെ കാണുന്നുണ്ട് എന്നും നമ്മെ അവിടുന്ന് അവഗണിക്കുന്നില്ല, പരിഗണിക്കുന്നുണ്ട് എന്നും ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധ പിതാവ് ഈ കന്യകയിലൂടെ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. 2 വചനമാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. മത്തായിയുടെ സുവിശേഷം 9:36, അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 48-ാമത്തെ വാക്യവും. 41-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ നന്മകളെ ഈശോ വിലമതിക്കുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും, അത് ഏറ്റവും ചെറിയ സ്നേഹപ്രവൃത്തിയായിക്കൊള്ളട്ടെ, അത് ഈശോ അറിയുന്നുണ്ട്. ഏറ്റവും ചെറിയ ഒരു നല്ല കാര്യത്തെ പോലും ഈശോ അറിയുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും ഈശോ മനസ്സിലാക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും ഈശോ വിലമതിക്കുന്നു എന്നാണ് ഈ ഖണ്ഡികയിൽ നമ്മൾ കാണാനായിട്ട് പോകുക. നമ്മുടെ എല്ലാ ചെറിയ പ്രവൃത്തിയും, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും ഈശോ വിലമതിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ ദരിദ്രയായ ഒരു വിധവ 2 ചെറിയ നാണയങ്ങൾ ഇടുന്നത് ഈശോ കാണുന്നതാണ്. ഈശോ ഉടൻ തന്നെ തൻ്റെ ശിഷ്യന്മാരെ അത് കാണിക്കുകയും ആ സ്ത്രീ ചെയ്ത നന്മയെ പ്രശംസിക്കുകയും ചെയ്തു. ഏറ്റവും ചെറിയൊരു കാര്യമാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യത്തിൽ ആ ചെറു നാണയങ്ങൾ അവൾ നിക്ഷേപിക്കുകയാണ്. ഈശോ അവളുടെ ആ ഒരു നന്മയെ, ആ ചെറിയ പ്രവൃത്തിയെ വിലമതിച്ചു എന്ന് നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:2 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ശതാധിപൻ തൻ്റെ ഭൃത്തിനു വേണ്ടി പൂർണ്ണ വിശ്വാസത്തോടെ ഈശോയെ സമീപിച്ച് പറയുന്നത്. ആ ശതാധിപൻ്റെ വിശ്വാസം കൊണ്ട് ഈശോ അവൻ പറയുന്നത് കേട്ട് അതിശയിച്ചാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ആ ശതാധിപൻ്റെ ഹൃദയശുദ്ധിയെ, അല്ലെങ്കിൽ അവൻ്റെ ആ ഹൃദയത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഈശോ കണ്ടു. അതിനെ, ആ ഉദ്ദേശശുദ്ധിയെ വിലമതിച്ചു. മത്തായിയുടെ സുവിശേഷം 8:10. മറ്റുള്ളവർ നമ്മുടെ നല്ല കാര്യങ്ങളെ അറിയുകയോ വിലമതിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈശോ അവ കാണുകയും വിലമതിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുമെന്നൊക്കെ വചനം തമ്പുരാൻ പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ഏറ്റവും ചെറിയ കാര്യമാണെങ്കിൽ പോലും അത്, ആ പ്രവൃത്തി സന്തോഷത്തോടെ സ്നേഹത്തോടെ ചെയ്യുമ്പോൾ ദൈവം വിലമതിക്കുന്നു. ആ ഹൃദയത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും ഈശോ വിലമതിക്കുന്നു. അതായത് നമ്മുടെ ഹൃദയത്തിലെ നന്മയെ ഈശോയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് മൂടുപടമൊന്നും വേണ്ട. ഏറ്റവും നല്ലതായിട്ട് ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുക. ഹൃദയങ്ങൾ മനസ്സിലാക്കുന്ന തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകും എന്ന് തന്നെയാണ്. അതുകൊണ്ട് നിൻ്റെ ഓരോ ചെറിയ പ്രവൃത്തിയാണെങ്കിൽ പോലും അതിനെ വിലമതിക്കുന്ന ഒരു ദൈവം കൂടെയുള്ളതിനാൽ ഓരോ കുഞ്ഞു പ്രവൃത്തിയെയും സന്തോഷത്തോടെ
ഹൃദയത്തിൽ സ്നേഹത്തോടെ നല്ല ഉദ്ദേശശുദ്ധിയോടെ ചെയ്യാനായിട്ട് പരിശുദ്ധ പിതാവ് ഈ കന്യകയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. 42-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോ സ്നേഹം പഠിച്ചത് അമ്മയിൽ നിന്നാണ്. ഈശോയെക്കുറിച്ച് പറയുന്നത് അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു എന്ന് പറയുന്നു. പൂർണ്ണ ദൈവമായതുകൊണ്ട് അതിലൊരു പൂർണ്ണതയുണ്ട്. പൂർണ്ണ മനുഷ്യനായെന്ന് പറയുമ്പോൾ തൻ്റെ മനുഷ്യത്വത്തിൽ ഈ കരുതലും സ്നേഹവും ശ്രദ്ധയുമൊക്കെ തൻ്റെ അമ്മയായ മറിയത്തിൽ നിന്നാണ് പഠിച്ചത് എന്ന് ഈ ചാക്രിക ലേഖനം പഠിപ്പിക്കുകയാണ് നമ്മെ. മറിയം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ആഴമായി ചിന്തിക്കുകയും എല്ലാം തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നുണ്ട്. ഇതുപോലെ പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ ജീവിതത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്തതുപോലെ തൻ്റെ ജീവിതത്തിലും ശ്രദ്ധാലുവായിരിക്കുവാൻ ഈശോയെ ചെറുപ്പം മുതലേ മറിയം വിശുദ്ധ യോസേപ്പ് പിതാവിനോടൊപ്പം പഠിപ്പിച്ചു എന്നാണ് ചാക്രിക ലേഖനം പറയുക. അപ്പോൾ ഈശോ നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ്. തൻ്റെ മനുഷ്യ സ്വഭാവത്തിൻ്റെ ആ ഒരു ഭാവം വെച്ചുകൊണ്ടാണ് പറയുന്നത്. അതായത് പൂർണ്ണ മനുഷ്യനായിരുന്ന ഈശോ നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത് തൻ്റെ മാതാപിതാക്കളിൽ നിന്നും കണ്ട് കേട്ട് പഠിച്ച ആ വലിയ മാതൃക വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ അവരിൽ നിന്നും ലഭിക്കേണ്ട നന്മകളെ കൂടുതൽ ശ്രദ്ധയോടെ സ്വീകരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും കൂടി നമ്മൾ ഈ ഖണ്ഡികയോട് ചേർത്ത് വെച്ച് ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഖണ്ഡികയുടെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് ഈ മാനുഷിക സ്നേഹം മുഴുവനും മനുഷ്യത്വത്തിൽ ഈശോ ഈ സ്നേഹം പഠിച്ചത് പരിശുദ്ധ അമ്മയിൽ നിന്നും മാർ യോസേപ്പ് പിതാവിൽ നിന്നുമാണ് എന്നാണ്. 43-ാം ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പഠനത്തിലെ 2 ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു. 39 മുതൽ 42 വരെയുള്ള ഈശോയുടെ നോട്ടവും 43 മുതൽ 40 വരെയുള്ള ഈശോയുടെ വചനങ്ങളും. അങ്ങനെ ഈശോയുടെ വചനങ്ങൾ എന്ന് പറയുന്ന ആ ഘട്ടിങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 43-ാമത്തെ ഖണ്ഡിക സമാധാനവും കരുത്തും. ബൈബിളിലെ ഈശോയുടെ വാക്കുകൾ എപ്പോഴും സജീവവും ഊർജ്ജസ്വലവും കാലോചിതവുമാണ്. അതായത് എപ്പോഴും ജീവനുള്ളതും പുതിയതുമാണ് ഈശോയുടെ വചനങ്ങൾ. ഈശോ നമ്മുടെ ഉള്ളിൽ സംസാരിക്കുകയും നമ്മെ വിളിക്കുകയും കൂടുതൽ നല്ലൊരു സ്ഥലത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു ഈ വചനത്തിലൂടെ. ആ സ്ഥലം അല്ലെങ്കിൽ ആ നല്ല സ്ഥലമെന്ന് പറയുന്നത് ഈശോയുടെ ഹൃദയമാണ്. അവിടെ നമുക്ക് സമാധാനവും പുതിയ ശക്തിയും കണ്ടെത്താനായിട്ട് സാധിക്കും. പുതിയ കരുത്ത് അവിടെ നമുക്ക് ലഭിക്കും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ് പരിശുദ്ധ പിതാവ് ഇതിനെ വരച്ചു കാണിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നമ്മളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോയുടെ വലിയ ഒരു ആശ്വാസം നൽകുന്ന ഒരു വചനമാണ്. അതാണ് പറയുന്നത്. അത് സജീവമാണ്, ഊർജ്ജസ്വലമാണ്, കാലോചിതവുമാണ്. ഓരോ നിമിഷവും ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഭാരം കുറയ്ക്കുന്നതും നമുക്ക് കൂടുതൽ ആശ്വാസം നൽകുന്നതുമാണ്. മത്തായി 11:28. അതുപോലെ തന്നെ ഈശോ പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. യോഹന്നാൻ 15:4. ഈശോ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം ഇതാണ്. നമ്മൾ ഈശോയിൽ വസിക്കണം. അതാണ് ഈശോയുടെ വലിയൊരു ആഗ്രഹം. യോഹന്നാൻ 15:4. അതായത് വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടി നമുക്ക് ഈശോയിൽ വസിക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ ഒരു കരുതൽ, സമാധാനത്തിൻ്റെ ഒരു കരുതൽ ലഭിക്കുന്നത് വചനമാണ്. മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരവഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ പക്കൽ വരുവിനെന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഈശോയുടെ സമാധാനവും കരുത്തും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് ഈശോയുടെ ഏറ്റവും നല്ല സ്ഥലമായ ഒരു ഹൃദയത്തിലാണ്. ആ ഹൃദയമെന്ന് പറയുന്നത് ഈശോയുടെ ഹൃദയമാണ്. ആ ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് 2 വചനം നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. മത്തായി 11:28,
യോഹന്നാൻ 15:4. ഈ കാര്യങ്ങളാണ് ഈ ഖണ്ഡികയിൽ ഉള്ളത്. 44-ാം ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയുടെ വികാരങ്ങൾ, അതായത് അനുകമ്പയും ദുഃഖവും. ഈശോയ്ക്ക് പരിശുദ്ധി ഉണ്ടായിരുന്നുവെങ്കിലും അവിടുത്തെ വാക്കുകൾ അവിടുത്തെ ശക്തമായ വികാരങ്ങളെ കാണിക്കുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിൽ പലപ്പോഴും അനുകമ്പയും സ്നേഹവും തോന്നിയ സംഭവങ്ങൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. ചിലപ്പോൾ ഈശോ കണ്ണുനീർ പൊഴിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ജനങ്ങളുടെ വിശപ്പ് കാണുമ്പോൾ, അവരുടെ ക്ഷീണം കാണുമ്പോൾ, സംശയങ്ങൾ തുടങ്ങിയ ദൈനംദിന ആവശ്യങ്ങളോട് ഈശോയ്ക്ക് താല്പര്യമില്ലായ്മ തോന്നിയിട്ടില്ല. ആ ജനക്കൂട്ടത്തോട് ഈശോയ്ക്ക് അനുകമ്പയാണ് തോന്നുന്നത്. ഈശോ പറയുന്നു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു, അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അതായത് നമ്മുടെ അനുദിന ജീവിതത്തിലെ നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം ഈശോ മനസ്സിലാക്കുന്നുണ്ട്. വെറുതെ മനസ്സിലാക്കുക മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങളിൽ എപ്പോഴും കൂടെയുണ്ട്. അതാണ് തൻ്റെ പരസ്യജീവിത സമയകാലത്ത് ജനങ്ങൾക്ക് വിശന്നപ്പോൾ അവർക്ക് ഭക്ഷണം നൽകുവാനുള്ള കാര്യത്തെക്കുറിച്ച് ഈശോ പറയുന്നത് അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. അതുപോലെ തന്നെ സ്നേഹിതരുടെ മരണത്തിൽ അവിടുന്ന് കണ്ണുനീർ പൊഴിക്കുകയാണ്. ഈ 2 കാര്യമാണ് ഈ ഖണ്ഡികയിലൂടെ ഈശോയുടെ ആ വികാരങ്ങളെക്കുറിച്ച്, അനുകമ്പയും ദുഃഖവും എന്ന് പറയുമ്പോൾ നമ്മുടെ കുറവുകളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ആവശ്യങ്ങളും മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്ന് തന്നെയാണ് ഈ ഖണ്ഡികയിലൂടെ നമ്മോട് പരിശുദ്ധ പിതാവ് പറയുന്നത്. 45-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ കണ്ണുനീർ ആഴത്തിലുള്ള സ്നേഹമാണ്. അതായത് ഈശോയുടെ വികാരങ്ങൾ എന്ന് പറഞ്ഞ് 44-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ കണ്ടായിരുന്നു അനുകമ്പയും ദുഃഖവും കാണിക്കുന്ന ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഖണ്ഡികയെ കാണാനായിട്ട് സാധിക്കും. ജെറുസലേമിനോടുള്ള ഈശോയുടെ സ്നേഹം ബൈബിൾ ഒളിച്ചു വയ്ക്കുന്നില്ല. അവിടുന്ന് അടുത്ത് വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 41-ാം വാക്യത്തിൽ, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ. ലൂക്കാ 19:42 നമ്മൾ കാണുകയാണത്. ഈശോ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് ഹൃദയത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ വേദനയിലാണ് പറയുന്നത്. സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസമെങ്കിലെങ്കിലും ജെറുസലേമിൽ നീ അറിഞ്ഞിരുന്നുവെങ്കിലെന്ന് പറയുന്നത്. സുവിശേഷങ്ങൾ ഈശോയെ ശക്തനും മഹത്വമുള്ളവനായി കാണിക്കുന്നുണ്ടെങ്കിലും തൻ്റെ സ്നേഹിതരുടെ ദുഃഖത്തിലും മരണത്തിൻ്റെ മുഖത്തും അവിടുന്ന് അനുഭവിച്ച തീവ്രമായ വികാരങ്ങളും സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ ഈശോ എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. അവിടുന്ന് കണ്ണുനീർ പൊഴിച്ചു എന്ന് പറയുന്നു യോഹന്നാൻ 11:35. ഈ കണ്ണുനീർ പൊഴിക്കുന്നതിന് മുമ്പ് ഈശോയെക്കുറിച്ച് സുവിശേഷം പറഞ്ഞതാണ്, ഈശോ മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ 11:35 കാണുന്ന ആ ഈശോയുടെ കണ്ണുനീരിന് ഒരു യാഥാർത്ഥ്യമാണ്, യഥാർത്ഥമായ കണ്ണുനീര് തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തന്നെ സ്നേഹിച്ചവരുടെ കൈകളാൽ സംഭവിക്കാൻ പോകുന്ന ഭീകരമായ മരണത്തിന് ഈശോയ്ക്കുണ്ടായ തീവ്രമായ ദുഃഖവും സുവിശേഷം മറച്ചു വയ്ക്കുന്നില്ല. അവൻ പര്യാകുലനാകുകയും അസ്വസ്ഥനാകാനും തുടങ്ങിയെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ കാണുന്നു. എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതനായിരിക്കുന്നു എന്ന് മർക്കോസ് 14:34 കാണുന്നു. അവിടെ ഈശോ വിളിച്ചു പറയുകയാണ്. അതായത് എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നുവെന്ന് വിളിച്ചു പറയുന്ന ആ ഒരു തലത്തിലേക്ക് ഈശോ എത്തുകയാണ്. അത്രമാത്രം പര്യാകുലനാകുകയാണ്. കുരിശിൽ കിടന്നുള്ള ഈശോയുടെ നിലവിളി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? മർക്കോസ് 15:34. ഇതെല്ലാം അവിടുത്തെ ഒരു ആന്തരിക സംഘർഷത്തിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ്. അതായത് പച്ചയായ ഒരു മനുഷ്യനായിരുന്നു ഈശോ എന്ന് നമുക്കൊരു പക്ഷേ പറയാനായിട്ട് സാധിക്കുന്ന വിധത്തിലാണ് ഈ ഖണ്ഡികയിൽ ഈശോ, അതായത് വികാരങ്ങളും വേദനകളുമൊക്കെ ഉള്ളവനും ആണെന്ന് ഈശോയെക്കുറിച്ച് സുവിശേഷത്തിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ പരിശുദ്ധ പിതാവ് അതുകൊണ്ട് ആഗ്രഹിക്കുന്നത്
ഇതുപോലെ വേദനകളൊക്കെ അറിയാവുന്ന ഈശോയ്ക്ക് നമ്മുടെ അനുദിന ജീവിതത്തിലെ വേദനകളെയും സങ്കടങ്ങളെയും അസ്വസ്ഥതകളെയും ഒറ്റപ്പെടലുകളെയും തള്ളിപ്പറയലുകളെയും ഒക്കെ മനസ്സിലാക്കാനായി സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഈ അസ്വസ്ഥതകളെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരേ ഒരുവനേ ഉള്ളൂ, അത് ഈശോയാണ്, ഈശോയുടെ തിരുഹൃദയമാണ് എന്നാണ് പരിശുദ്ധ പിതാവ് ഈ ചാക്രിക ലേഖനത്തിൻ്റെ 45-ാം ഖണ്ഡികയിലൂടെ നമ്മോട് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. 46-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 45-ാമത്തെ ഖണ്ഡികയിലൊക്കെ ഈശോയുടെ ഓരോ വാക്കുകളും പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ദുഃഖകരമായി തോന്നാമെങ്കിലും അവയ്ക്കൊക്കെ വളരെ ഗൗരവവും പ്രധാനപ്പെട്ടതുമായ അർത്ഥമുണ്ട്. കുരിശിൽ കിടക്കുന്ന ഈശോ, അവിടുത്തെ സ്നേഹം ഏറ്റവും വ്യക്തിപരമായി നമ്മൾ കാണുകയാണ്. നമ്മൾ വ്യക്തിപരമായി കാണുന്നുണ്ട്. അവിടുത്തെ സ്നേഹം കുരിശിലാണ് വളരെ വ്യക്തമായി നമ്മളോട് കാണിച്ചു തരികയും ചെയ്യുന്നത്. കുരിശാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ വാക്ക്. അവിടുന്ന് പ്രവൃത്തികളിലൂടെയാണ് നമ്മെ സ്നേഹിച്ച്, വാക്കുകളിലൂടെ എന്നതിനേക്കാൾ ഉപരി പ്രവൃത്തികളിലൂടെയാണ് നമ്മൾ സ്നേഹിച്ചതെന്നും ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടു. കുരിശിലാണ് ഈശോ തൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ആ പ്രവൃത്തിയാണ് നമ്മുടെ മുമ്പിൽ വലിയ വാക്കായിട്ട് നിൽക്കുക. അത് ആഴമില്ലാത്തതോ വെറും തോന്നലോ അല്ല, അത് ശുദ്ധമായ സ്നേഹമാണ്, പരിശുദ്ധമായ സ്നേഹമാണ് കുരിശിലെ തൻ്റെ ബലി. മനുഷ്യകുലത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്നേഹമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഈശോയുമായുള്ള തൻ്റെ ബന്ധം വിവരിക്കാൻ വേണ്ടി വാക്കുകൾ കിട്ടാതെ വന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്, എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനെ. ഗലാത്യർ 2:20. അങ്ങനെയാണ് ഈശോയെ പൗലോസ് ശ്ലീഹ വിളിക്കുന്നത്. എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്ര എന്ന് തന്നെ വിളിക്കുന്നത്. 3 കാര്യങ്ങളാണ്. എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ പുത്രൻ. ഗലാത്തി 2:20. പൗലോസിൻ്റെ ഏറ്റവും വലിയ വിശ്വാസം അതായിരുന്നു, താൻ സ്നേഹിക്കപ്പെട്ടു എന്നുള്ള അറിവ്. കുരിശിലെ ഈശോയുടെ ആത്മത്യാഗം പൗലോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറുകയാണ്. മനുഷ്യർ പലരും രക്ഷയും സന്തോഷവും സുരക്ഷിതവുമൊക്കെ പലയിടത്തും തേടി നടക്കുമ്പോൾ വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇതിനേക്കാൾ വലിയൊരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്, ക്രിസ്തു എന്നെ സ്നേഹിച്ചു. ആ ഒരു തിരിച്ചറിവ് പൗലോസ് ശ്ലീഹ സ്വന്തമാക്കി എന്നുള്ളതാണ്. എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രൻ. ഗലാത്യർ 2:20 വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നതാണ്, ക്രിസ്തു എന്നെ സ്നേഹിച്ചു. വ്യക്തിപരമായി എൻ്റെ കുറവുകളും കഴിവുകളും ഞാനായിരിക്കുന്ന അവസ്ഥയിലും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തു എന്നെ സ്നേഹിച്ചു എന്ന് പറയുകയാണ്. അത് കാൽവരിയിലെ കുരിശിലെ ഈശോയുടെ സ്നേഹം. ആ സ്നേഹത്തെ മനസ്സിലാക്കുന്ന പൗലോസാണിത് പറയുന്നത്. നമുക്കും പൗലോസിനെ പോലെ പറയാനായിട്ട് സാധിക്കുമോ? കാൽവരിയിലെ ക്രിസ്തുവിൻ്റെ ആ ബലി എനിക്കു വേണ്ടി കൂടി ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ, അങ്ങനെ വിശ്വസിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു അഗ്നി പടരുമ്പോഴാണ് പൗലോസ് ശ്ലീഹായെ പോലെ കത്തിജ്വലിക്കുന്ന ഹൃദയത്തോടെ പറയാനായിട്ട് സാധിക്കുന്നത്, ക്രിസ്തു എന്നെ സ്നേഹിച്ചു എന്ന് പറയാൻ സാധിക്കുക. ആ ഒരു കാര്യമാണ് 46-ാമത്തെ ഖണ്ഡികയിൽ ഈശോയുടെ സ്നേഹത്തിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞിട്ട് കുരിശിലെ ഏറ്റവും വലിയ ബലിയാണ് ഈശോയുടെ വാക്ക് എന്ന് പറയുകയാണ്. സംസാരത്തേക്കാൾ ഉപരി തൻ്റെ പ്രവൃത്തിയിലൂടെ സ്നേഹത്തിന് ഏറ്റവും വലിയ വാക്ക് കാണിച്ചു തന്നുവെന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മോട് സംസാരിക്കുന്നു. 47-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
ഇതുവരെ നമ്മൾ ഈശോയുടെ പ്രവൃത്തികളും വാക്കുകളും അവിടുത്തെ ഹൃദയത്തെക്കുറിച്ച് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നൊക്കെയാണ് കണ്ടത്. ഇനി നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചും അതിൻ്റെ പരിശുദ്ധമായ രഹസ്യത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള സഭയുടെ ചിന്തകളിലേക്കുമൊക്കെയാണ് കടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈശോയുടെ തിരുഹൃദയമാണ്. നമ്മോടുള്ള അവിടുത്തെ അളവില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഈശോയുടെ തിരുഹൃദയം. അവൻ്റെ ഈശോയുടെ നോട്ടം, ഈശോയുടെ വാക്കുകൾ, അവിടുത്തെ വികാരങ്ങൾ, കുരിശിലെ സ്നേഹം, ഇതെല്ലാം നമ്മോടുള്ള ഈശോയുടെ വലിയ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ഈശോയ്ക്ക് നമ്മൾ ഓരോരുത്തരെയും നല്ലതുപോലെ അറിയാം. അവിടുന്ന് നമ്മളെ അത്രയധികം സ്നേഹിക്കുന്നു. ഇക്കാര്യങ്ങളാണ് ഈ 47-ാമത്തെ ഖണ്ഡികയിൽ 2-ാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു സംഗ്രഹം എന്ന നിലയിൽ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇതോടുകൂടി 2-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഈ 47-ാമത്തെ ഖണ്ഡികയിലൂടെ. നമ്മൾ കണ്ടത് ഈശോയുടെ നോട്ടത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈശോയുടെ വചനങ്ങളാണ്. 39 മുതൽ 42 വരെ ഉള്ള ഭാഗങ്ങൾ ഈശോയുടെ നോട്ടത്തെക്കുറിച്ചും 43 മുതൽ 47 ഉള്ള വചനങ്ങളിൽ ഖണ്ഡികകളിൽ ഈശോയുടെ വചനങ്ങളെക്കുറിച്ചും. ഇന്നത്തെ നമ്മുടെ പഠന പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് അവിടുത്തെ നോട്ടത്തെക്കുറിച്ചും അവിടുത്തെ വചനങ്ങളിലൂടെ നമ്മുടെ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് നമ്മെ മനസ്സിലാക്കുന്ന ഈശോയുടെ ഹൃദയത്തെ തിരിച്ചറിയാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം.